ഇപ്പോൾ വരുന്നൊരു വാർത്ത, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി, ആ സൊസൈറ്റി ഈ രൂപത്തിലാക്കിയത് അതിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനായിരുന്ന രമേശൻ പാലേരിയാണ്. അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്ത വരുന്നു. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. സിനോജ് തോമസ് ഉണ്ട്. സിനോജ്, ഊരാളുങ്കലിനെ ഒരുപാട് ഡൈവേഴ്സിഫൈഡായ മേഖലയിൽ, വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലയിൽ എത്തിച്ചിട്ടാണ് രമേശന്റെ പടിയിറക്കം. എപ്പോഴാണ് അന്ത്യം സംഭവിച്ചത്? എവിടെ വെച്ചായിരുന്നു? അരുൺകുമാർ, അല്പസമയം മുൻപ് കോയമ്പത്തൂരിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത്. അർബുദബാധിതനായി ദീർഘനാളായി ചികിത്സയിലായിരുന്നു. 65 വയസ്സായിരുന്നു രമേശൻ പാലേരിയുടെ പ്രായം. അദ്ദേഹം വടകര മടപ്പള്ളി സ്വദേശിയാണ്. നേരത്തെ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ ഇപ്പോഴത്തെ നിലയിലേക്ക് വളർത്തിയെടുത്ത ആ സ്ഥാപനത്തിന്റെ ചെയർമാൻ കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങുന്നത്. കഴിഞ്ഞ 31 വർഷമായി അദ്ദേഹം ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നു. 1995 ഊരാളുങ്കലിന്റെ ചെയർമാനായി അദ്ദേഹം സ്ഥാനത്തേക്ക് വരുന്നത്. ഒരു സൊസൈറ്റിയായി സ്ഥാപിതമായത് 1925 100-ാം വർഷത്തിന്റെ ആഘോഷമൊക്കെ തന്നെ കഴിഞ്ഞ വർഷമാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയത്. അതായത് 100 വർഷം പൂർത്തിയായ സൊസൈറ്റി ഇപ്പോൾ ലോകം ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് വളർത്തിയെടുത്ത ചെയർമാൻ കൂടിയാണ് രമേശൻ പാലേരി എന്ന് പറയുന്ന വ്യക്തിത്വം. അദ്ദേഹത്തിന്റെ കീഴിലാണ് സൊസൈറ്റി രാജ്യാന്തര തലത്തിൽ ഒരു ശ്രദ്ധ നേടുന്നത്. അദ്ദേഹം ചുമതലയേൽക്കുമ്പോൾ വെറും 1.5 കോടി മാത്രം ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റിയാണ് അദ്ദേഹം 1610 കോടി രൂപയുടെ ടേൺ ഓവറിലേക്ക് വളർത്തിയെടുത്ത ഒരു സൊസൈറ്റിയായി മാറിയിരിക്കുന്നത്. രാജ്യത്തെവിടെയും നിർമ്മാണങ്ങൾ, കരാർ ജോലികൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു സഹകരണ സൊസൈറ്റിയാക്കി വളർത്തിയതും ഈ രമേശൻ പാലേരിയുടെ കീഴിലാണ്. ഈ നേതൃത്വമാണ്. അദ്ദേഹത്തിന്റെ പിതാവും മുത്തശ്ശനും ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റുമാരായിരുന്നു. അങ്ങനെ കുടുംബപരമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഈ സൊസൈറ്റിയുമായി വളരെയേറെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ സൊസൈറ്റി വൈവിധ്യങ്ങളുടെ മേഖലയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത്. അതായത് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മേഖലകൾ, സൈബർ പാർക്കുകൾ തുടങ്ങി ഈ മറ്റ് മേഖലകൾക്ക് കൂടി ഊരാളുകളുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നത് ഇദ്ദേഹത്തിന്റെ കാലയളവിലാണ്. 1995 അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ശേഷമാണ് ഈ വടകര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സൊസൈറ്റിയെ രാജ്യത്തും ഒപ്പം തന്നെ രാജ്യാന്തര തലത്തിലേക്ക് വരെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. കുറച്ചു നാളുകളായി അർബുദ രോഗബാധിതനായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. മൃതദേഹം കോഴിക്കോട് സൈബർ പാർക്കിൽ ഉൾപ്പെടെ പൊതുദർശനം വെക്കുമെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. അരുൺകുമാർ. പ്രിയ പ്രേക്ഷകർ, 1.5 കോടിയിൽ നിന്ന് 1200 കോടിയിലേക്ക് ഊരാളുകളുടെ ടേൺ ഓവർ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ? അതും എല്ലാ മേഖലയിലും വളരെ കൃത്യമായ പണിയൊക്കെയാണ് ഊരാളുകളിൽ പണി ഏൽപ്പിച്ചാൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട എന്നാണ് പൊതുവെ പറയാറ്. കൃത്യസമയത്ത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. പല ആരോപണങ്ങളും പല ഘട്ടങ്ങളിലും നേരിട്ടെങ്കിലും പ്രേക്ഷകർക്ക് അറിയാമോ, ഈ ദേശീയപാതയിൽ ഈ ഊരാളുകൾ പെടുന്ന സ്ട്രെച്ച് ഇപ്പോഴും നല്ല ഗംഭീരമായി തന്നെ കിടപ്പുണ്ട്. ബാക്കി സ്ട്രെച്ചുകളിലെല്ലാം അവിടെ ഇവിടെയൊക്കെ വിള്ളലുകൾ വീഴുമ്പോഴും ഊരാളുകളുടെ പണിക്ക് അതിനകത്ത് വലിയ കുഴപ്പമൊന്നും സാധാരണ രീതിയിൽ സംഭവിച്ച് കാണാറില്ല. ഇനി ഏതെങ്കിലും 1-2 കേസുകളുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പൊതുവെ അങ്ങനെയാണ്. ഊരാളുകളുടെ വളർച്ചയ്ക്ക് പിന്നിൽ രമേശന്റെ ഒരു വലിയ കയ്യൊപ്പുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല.